നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നും കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പദങ്ങളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഇത്തരം ഒരു ചോദ്യം നമ്മൾക്ക് എല്ലാ പരീക്ഷയിലും കാണാറുള്ളതാണല്ലേ. മലയാളത്തിൻ്റെ ഭാഗത്ത് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതാണ് ശരിയായിട്ടുള്ള പദം? ഏതാണ് ഈ തന്നിട്ടുള്ളതിൽ ശരിയായത്? അനുഗൃഹീതനാണ്. അനുഗൃഹീതൻ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ഫോട്ടോ എടുത്തപ്പം ജസ്റ്റ് ക്ലാരിറ്റി കുറഞ്ഞതാണ്. അനുഗൃഹീതൻ എന്ന് തന്നെയാണുള്ളത്. അനുഗൃഹീതനാണ് ശരിയായിട്ടുള്ള പദം. ഈ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത് അനുഗൃഹീതനാണ്. അടുത്തത്, പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പ്രഭാവതി, പ്രഭി, പ്രഭി, പ്രഭാനി. ഇതിലേതാണ്? പ്രഭിയാണ് പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം. ഏതാണ്? പ്രഭിയാണ് പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം. അടുത്ത ചോദ്യം എന്താണ്? ശരിയായ വാക്യം കണ്ടെത്തുക. നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. ശരിയായ വാക്യം കണ്ടെത്താൻ ഓപ്ഷൻ എ എന്താണ്? അടി മുതൽ മുടി വരെ ദേഹം മുഴുവൻ പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അടുത്ത എന്താണ്? അടുത്ത മാസത്തിൽ പ്രധാനമന്ത്രി സ്വന്തം പത്നിയോടൊപ്പം നേപ്പാൾ സന്ദർശിക്കും. വീണ്ടും വീണ്ടും ആവർത്തിക്കാതെ ഒരു കാര്യം പറയാൻ അറിവില്ല. നിങ്ങൾ അവിടെ നിന്ന് അയച്ച കത്ത് കിട്ടി. ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്യം? ഒന്ന് നോക്കിക്കേ. അടി മുതൽ മുടി വരെ ദേഹം മുഴുവൻ പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഇവിടെ ഈ അടി മുതൽ മുടി വരെ എന്നുള്ളതും ദേഹം മുഴുവൻ എന്നുള്ളതും ഒരേ അർത്ഥത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അടുത്ത മാസത്തിൽ പ്രധാനമന്ത്രി സ്വന്തം പത്നിയോടൊപ്പം നേപ്പാൾ സന്ദർശിക്കും. ഇവിടെ പത്നി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം. അപ്പം ഭാര്യയാണല്ലേ. അപ്പം പിന്നെ സ്വന്തം പത്നി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം പത്നിയോടൊപ്പം നേപ്പാൾ സന്ദർശിക്കും എന്ന് പോരെ. വീണ്ടും വീണ്ടും ആവർത്തിക്കാതെ ഒരു കാര്യം പറയാൻ അയാൾക്കറിയില്ല. ഈ വീണ്ടും വീണ്ടും എന്നുള്ളത് തന്നെയല്ലേ ആവർത്തിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും എന്താണ്? തെറ്റാണ്. നിങ്ങൾ അവിടെ നിന്ന് അയച്ച കത്ത് കിട്ടി, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് എന്താണ്? ദ പോട്ട് വാസ് ബ്രോക്കൺ എന്നതിൻ്റെ ഏറ്റവും നല്ല മലയാള പരിഭാഷ ഏതാണെന്നാണ്. ദ പോട്ട് വാസ് ബ്രോക്കൺ, ഇതിൻ്റെ ഏറ്റവും നല്ല മലയാള പരിഭാഷ ഏതാണ്? ഓപ്ഷൻ എ എന്താണ്? കുടം തകർക്കപ്പെട്ടു, കുടം തകർന്നു, തകർന്ന കുടം, കുടം തകരുന്നു. ഇതിലേതാണ്? ദ പോട്ട് വാസ് ബ്രോക്കൺ എന്നതിൻ്റെ ശരിയായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള മലയാള പരിഭാഷ കുടം തകർന്നു എന്നതാണ് അല്ലേ. ദ പോട്ട് വാസ് ബ്രോക്കൺ, കുടം തകർന്നു. ഉഗ്രം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഉഗ്രം, ഉഗ്രം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഉഗ്രത്തിൻ്റെ വിപരീത പദം ശാന്തമാണ്. ഉഗ്രം എന്ന പദത്തിൻ്റെ വിപരീത പദം ശാന്തമാണ്. പോകാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം എന്താണ്? എന്താണ് പോകാനുള്ള ആഗ്രഹം? ജിജ്ഞാസ, ജിഗമിഷ, ജിംഖാസ, ഇച്ഛാഗമനം. ഇതിലേതാണ്? പോകാനുള്ള ആഗ്രഹം എന്ന പദത്തിൻ്റെ ഒറ്റ പദം ജിഗമിഷയാണ്. ജിഗമിഷയാണ് പോകാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം. നമുക്ക് നോക്കാം. പദങ്ങളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ ഈ 4 ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? അനുഗൃഹീതനാണ് ശരിയായ ഉത്തരം. പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? പ്രഭിയാണ് പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം. നമ്മൾ ചിലപ്പോൾ പ്രഭു, പ്രഭാവതി എന്നോ പ്രഭീന്നോ ഒക്കെ എഴുതും. അങ്ങനെയല്ല എഴുതുന്നത് കൂടി ശ്രദ്ധിക്കുക. പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം പ്രഭിയാണ്. ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? നിങ്ങൾ അവിടെ നിന്ന് അയച്ച കത്ത് കിട്ടി, അതാണ് ശരിയായ വാക്യം. ദ പോട്ട് വാസ് ബ്രോക്കൺ എന്നതിൻ്റെ ഏറ്റവും നല്ല മലയാള പരിഭാഷ ഏതാണ്? ഏറ്റവും നല്ല മലയാള പരിഭാഷ കുടം തകർന്നു എന്നതാണ്. ഉഗ്രം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഉഗ്രത്തിൻ്റെ വിപരീത പദമാണ് ശാന്തം. ഉഗ്രത്തിൻ്റെ വിപരീത പദം ശാന്തമാണ്. പോകാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം എന്താണ്? ജിഗമിഷയാണ് പോകാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ തവളയുടെ പര്യായമല്ലാത്തതേത്? തവളയുടെ പര്യായമല്ലാത്തത് ഏതാണ്? ഈ പറയുന്നതിൽ തവളയുടെ പര്യായമല്ലാത്തതെന്ന് നോക്കാം.
മണ്ടൂകം എന്താണ്? മണ്ടൂകം തവളയാണ്. ഭേഗം എന്താണ്? ഭേഗവും തവളയാണ്. ചക്ഷുശ്രവണൻ തവളയല്ല. ദർദുരം എന്താണ്? ദർദുരവും തവളയാണ്. അപ്പം താഴെ പറയുന്നതിൽ തവളയുടെ പര്യായമല്ലാത്തത് ഏതാണ്? ചക്ഷുശ്രവണനാണ് തവളയുടെ പര്യായം അല്ലാത്തത്. സ്വരാജ്യം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? സ്വരാജ്യം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ സ്വർ അധികം രാജ്യമാണ് സ്വരാജ്യം. സ്വർ അധികം രാജ്യമാണെന്ത്? സ്വരാജ്യം. ഭാഷോൽപത്തി എന്ന പദത്തെ ഘടകപദമാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഭാഷോൽപത്തി എന്ന പദത്തെ ഭാഷയുടെ ഉൽപ്പത്തിയാണ് ഭാഷോൽപത്തി അല്ലേ? ഭാഷയുടെ ഉൽപ്പത്തിയാണ് ഭാഷോൽപത്തി. അടുത്തത്, ഭട്ടർ എന്ന പദം ഏത് ലിംഗവിഭാഗത്തിലാണ് വരുന്നത്? ഭട്ടർ ഏതാണ്? ഭട്ടർ എന്ന പദം വരുന്നത് പൂജക ബഹുവചനത്തിലാണ്. ഭട്ടർ എന്ന പദം വരുന്നത് ഏതാണ്? ഏത് ലിംഗവിഭാഗത്തിൽ പെടുന്നതാണ്? പൂജക ബഹുവചനത്തിൽ വരുന്നതാണ് ഭട്ടർ എന്നുള്ള പദം. അടുത്തത്, വിധവയാം രാധയെ പോലെനിക്കെന്നിട്ടും. വിധവയാം രാധയെ പോലെനിക്കെന്നിട്ടും. ഇതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ്? അടിവരയിട്ട പദം വിധവയാണ്. വിധവയാം രാധയെ പോലെനിക്കെന്നിട്ടും അതിൻ്റെ അർത്ഥം എന്താണ്? വിധവയാം രാധയെ പോലെ എന്ന് പറയുമ്പോൾ ഭർത്താവില്ലാത്തവൾ എന്നാണ് അതിനർത്ഥം. എന്താണ്? ഭർത്താവില്ലാത്തവൾ എന്നാണ് അതിനർത്ഥം. വിധവയാം രാധയെ പോലെ എനിക്കെന്നിട്ടും. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാത്തവൾ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം നോക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്നുകൂടി നോക്കാം. അപ്പോൾ തവളയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കുക. മണ്ടൂകം, ഭേഗം, ദർദുരം. ഇതെന്താണ്? ഇത്രയും തവളയുടെ പര്യായപദമാണ്. ചക്ഷുശ്രവണൻ എന്താണ്? തവളയുടെ പര്യായപദമല്ല. എന്ത്? ചക്ഷുശ്രവണൻ. അവിടെ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ചക്ഷുശ്രവണൻ എന്താണ്? ചക്ഷുശ്രവണൻ എന്ന് പറയുന്നത് പാമ്പ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ചക്ഷുശ്രവണൻ. കേട്ടിട്ടില്ലേ? ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. അവിടെ ദർദുരം എന്താണ്? ദർദുരം എന്ന് പറഞ്ഞാൽ തവളയാണ്. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പാണ്. സ്വരാജ്യം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? സ്വർ അധികം രാജ്യമാണ് സ്വരാജ്യം. ഭാഷോൽപത്തി എന്ന പദത്തെ ഘടകപദമാക്കുമ്പോൾ ഭാഷയുടെ ഉൽപ്പത്തിയാണ് ഭാഷോൽപത്തി. ഭട്ടർ എന്ന പദം ഏത് ലിംഗ വിഭാഗത്തിലാണ് പെടുന്നത്? ഭട്ടർ എന്നത് പൂജക ബഹുവചനമാണ്. ഭട്ടർ എന്ന പദം പൂജക ബഹുവചനമാണ്. വിധവയാം രാധയെ പോലെനിക്കെന്നിട്ടും എന്നതിൻ്റെ അർത്ഥം എന്താണ്? വിധവ എന്ന പദത്തിൻ്റെ അർത്ഥം ഭർത്താവില്ലാത്തവൾ എന്നതാണ് വിധവ. അടുത്ത ചോദ്യം നോക്കാം. നെന്മണി എന്ന പദം ഏത് സന്ധിയിലാണ് ഉൾപ്പെടുന്നത്? നെന്മണി എന്ന പദം ഏത് സന്ധിയിലാണ് ഉൾപ്പെടുന്നത്? നെന്മണി എന്ന പദം ആദേശ സന്ധിയിലാണ് ഉൾപ്പെടുന്നത്. ഏത് സന്ധിയിലാണ്? ആദേശ സന്ധിയിലാണ് നെന്മണി എന്ന പദം ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എംപ്റ്റി വെസൽസ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് സൗണ്ട് എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? എംപ്റ്റി വെസൽസ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് സൗണ്ട് എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താ? നിറകുടം തുളുമ്പില്ല. നിറകുടം തുളുമ്പില്ല എന്നതാണ് എംപ്റ്റി വെസൽസ് മേക്ക് ദ ഗ്രേറ്റസ്റ്റ് സൗണ്ട് എന്നതിൻ്റെ മലയാള പരിഭാഷ. അടുത്ത ചോദ്യം എന്താണ്? ശരിയായ വാക്യം ഏത്? അതാണ് നമ്മളോടുള്ള ചോദ്യം. ശരിയായ വാക്യം ഏതാണെന്ന് നോക്കാം. നമുക്ക് ഓപ്ഷൻസ് ഓരോന്നും എടുത്ത് നോക്കാം. സുമാർ 200 പേരോളം പങ്കെടുത്തു. ശരിയാണോ അത്? അത് ശരിയല്ല. ഉദ്ദേശം 200 പേരോളം പങ്കെടുത്തു. ശരിയാണോ? അതും ശരിയല്ല. ഏകദേശം 200 പേർ പങ്കെടുത്തു. ശരിയാണോ? ശരിയാണല്ലേ? ഏകദേശം 200 പേർ പങ്കെടുത്തു. ഏകദേശം 200ഓളം പേർ പങ്കെടുത്തു. അത് ശരിയാണോ? അല്ല. അപ്പം ഏകദേശം 200 പേർ പങ്കെടുത്തു എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്ത ചോദ്യം, കല അധികം ആസ്വാദനം. ഇത് ചേർത്തെഴുതുന്നത് എങ്ങനെയാണ്? കല അധികം ആസ്വാദനം ചേർത്തെഴുതുമ്പോൾ കലാസ്വാദനം എന്നാണ്. എങ്ങനെയാണ്? കലാസ്വാദനം. അടുത്ത ചോദ്യം എന്താണ്? അളിയുടെ കടൽ താങ്ങിയിടും ശിരീഷം. എന്താണ്? അളിയുടെ കടൽ താങ്ങിയിടും ശിരീഷം. കിളിയുടെ കാലടി താങ്ങുകില്ല കുഞ്ഞേ. ഇതിൻ്റെ ആശയം എന്താണ്? അളിയുടെ കടൽ താങ്ങിയിടും ശിരീഷം, കിളിയുടെ കാലടി താങ്ങുകില്ല കുഞ്ഞേ. ഇതിൻ്റെ ആശയം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്?
കഴിവിനൊത്ത പണിയെ ചെയ്യാവൂ എന്നാണ് അതിനർത്ഥം. എന്താണ്? അളിയുടെ കടൽ താങ്ങിയിടും ശിരീഷം കിളിയുടെ കാലടി താങ്ങുകില്ല കുഞ്ഞേ. ഇതിൻ്റെ ആശയം കഴിവിനൊത്ത പണിയെ ചെയ്യാവൂ എന്നതാണ്. അടുത്ത ചോദ്യം എന്താണ്? കഷ്ടം, ആ പാവത്തിൻ്റെ നില ഓർക്കാൻ തന്നെ വിഷമം. വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ഏതാണെന്നാണ്. ഇവിടെ എന്താണ്? കഷ്ടം, ആ പാവത്തിൻ്റെ നില ഓർക്കാൻ തന്നെ വിഷമം. ഈ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം അതേതാണ്? വിക്ഷേപിണിയാണ്. ഈ ചിഹ്നം ഏതാണ്? വിക്ഷേപിണിയാണ്. അവനോ അവളോ പോകണം. അടിവരയിട്ടിരിക്കുന്ന പദത്തിലെ ഓ എന്ന ശബ്ദം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? അവനോ അവളോ പോകണം. ഏതാണ്? ഓ എന്ന ശബ്ദം ഘടക വിഭാഗത്തിലാണ് പെടുന്നത്. ഏത് വിഭാഗത്തിലാണ്? ഘടക വിഭാഗത്തിലാണ് ഓ എന്ന ശബ്ദം പെടുന്നത്. ഗുരുവിൻ്റെ ഭാവം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? ഗുരുവിൻ്റെ ഭാവമാണ്. ഗുരുവിൻ്റെ ഭാവം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഗൗരവം. ഗുരുവിൻ്റെ ഭാവം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റ പദമാണ് ഗൗരവം. അടുത്ത ചോദ്യം, അനിലൻ അനലൻ ശരിയായ അർത്ഥം വരുന്ന ജോഡികൾ ഏതൊക്കെയാണ്? അനിലൻ അനലൻ ഏതാണ്? കാറ്റ് തീ, ഇതാണ് ശരിയായിട്ടുള്ള അർത്ഥം വരുന്നത്. ഏതാണ്? കാറ്റ് കാറ്റ് തീ, ഇതാണ് ശരിയായിട്ടുള്ള അർത്ഥം വരുന്നത്. ഏതാണ്? കാറ്റ് തീ. അനിലൻ അനലൻ ശരിയായിട്ടുള്ള അർത്ഥം വരുന്ന ജോഡി ഏതാണ്? അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അനലൻ എന്ന് പറഞ്ഞാൽ എന്താ? അനലൻ എന്ന് പറഞ്ഞാൽ തീയാണ്. അപ്പോൾ ശരിയായിട്ട് അർത്ഥം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാറ്റ്